Do you want to say anything to my students? Yes. Thank you for supporting, and his videos are super good. So study hard and study well, get full marks. And if you want to learn English, go to my channel and learn English. It's very good. And children haven't been passing and get full marks, and that's so good to hear that news. And so, yeah. ജീവിതത്തില് ഒരു പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതിനാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്താൽ എനിക്ക് വലിയ പ്രതിഫലമൊന്നും കിട്ടുമെന്ന് തോന്നില്ല, എന്നാലും എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് എൻ്റെ മേഖല എന്ന് നിങ്ങൾ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും നിങ്ങളുടെ പാഷൻ. ഞാനിത് ചെയ്താൽ എനിക്ക് പ്രതിഫലം കിട്ടും, ഇത്ര രൂപ ചെയ്താൽ ഇത്ര മണിക്കൂർ പണിയെടുത്താൽ ഇത്ര രൂപ കിട്ടും, അതുകൊണ്ട് ആ പണി ചെയ്യാന്ന് വിചാരിക്കുന്നതിന് അത് പാഷനല്ല, അത് പൈസയോടുള്ള സ്നേഹമാണ്, ജീവിത സുഖങ്ങളോടുള്ള താല്പര്യമാണ്, അതല്ല പാഷൻ. നമ്മൾ ചില ജോലി ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും, നമ്മൾ വാച്ചേ നോക്കില്ല, അതിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് നോക്കില്ല, എത്ര സമയം പോയെന്നറിയില്ല, അതിന് എത്ര പൈസ ചെലവഴിച്ചെന്ന് ചിലപ്പോൾ ചിന്തിക്കില്ല. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, അതിനാണ് യഥാർത്ഥത്തിൽ പാഷൻ എന്ന് പറയുന്നത്. ലോകത്ത് രണ്ടു തരം ആളുകളുണ്ട്. ഒരു സാധാരണ ജീവിതം നയിച്ചു പോകാനും ഒരു സാധാരണക്കാരനായി ജീവിക്കാനും സാധാരണ ശമ്പളം കിട്ടി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും, പ്രതിസന്ധിയെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന, പാഷൻ എന്ന് പറയുന്നതിന് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും. ഈ രണ്ടു കൂട്ടരുടെയും രണ്ട് ഗ്രാമറും ഭാഷയുമാണ് അവരുടേത്, അല്ലെ? അവരുടെ ജീവിത വീക്ഷണവും വ്യത്യസ്തമാണ്. അപ്പൊ മറ്റേ ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ഗ്രൂപ്പുകാരെ മനസ്സിലാവില്ല, ഈ ഗ്രൂപ്പുകാർക്ക് ആ ഗ്രൂപ്പുകാരെ മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ മനുഷ്യനും അവനവന്റെ സ്വപ്നത്തിനൊത്ത് ജീവിക്കുക, അവനവന്റെ പാഷനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ആ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തുക, അല്ലാതെ ആ നിരാശയുമായിട്ട് മരിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങൾ എന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങൾ എന്താണോ ഈ ജീവിതം കൊണ്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ സന്തോഷം പകരുന്നത്, അത് ചെയ്യുക, അതിൽ മുഴുകുക, അതിൽ പ്രവർത്തിക്കാനുള്ള അവസരം കണ്ടെത്തുക. അതാണ് ജീവിതത്തിന്റെ ഒരു അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ 1-2 ചോദ്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്രത്തോളമൊക്കെ പഠിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ, ഇത്രയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒരു ജേണി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ 1. നമ്പർ 2, PSC എക്സാം എഴുതിയതിന് ശേഷം എന്തുകൊണ്ട് ഗവൺമെൻറ് ജോലി എടുത്തില്ല, ഗവൺമെൻറ് ജോലിയിലോട്ട് പോയില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ റീസെൻ്റ് ആയിട്ട് വന്നുള്ളൊരു ചോദ്യം, ഇപ്പം എവിടെയാണ് താമസിക്കുന്നത്, നാട്ടിലില്ലേ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 2-3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്പർ 1, നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്യുമ്പോൾ ഇത് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. ഒരുപാട് അതിലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പറ്റിയിട്ടാണ് ആദ്യം പറയാനുള്ളത്. നമ്പർ 1, ഈ ചാനലിൻ്റെ തുടക്കം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അനിൽ തന്നെയാണ്. അപ്പോൾ അനിലിനെ നമുക്ക് ഇപ്പോഴും ഓർക്കേണ്ടതായിട്ട് വരും. ഞാൻ എല്ലാ 10K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയപ്പോഴും 25K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയപ്പോഴും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അനിലിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഇപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ. അതാണ് നമ്പർ 1. പിന്നെ ശമ്പളമില്ലാതെ വർക്ക് ചെയ്യുന്ന എൻ്റെ വൈഫ്, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മകള്, ഇവരൊക്കെ ഈ പറയുന്ന 50K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യമാണ്, ഇത്രയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പഠനത്തിനെ പറ്റി പറയുമ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട് കുറേ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ബട്ട് എൻ്റെ ഒരു കേസിലോട്ട് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. സോ അങ്ങനെ ആ ഇഷ്ടമുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരു ജോലിയായിട്ട് തോന്നില്ല. സോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എനിക്ക് ജോലിയായിട്ട് ഇതുവരെയായിട്ട് തോന്നാറില്ല. സോ ആ ചെയ്യുന്ന വർക്ക് അതിൽ എക്സൽ ആവാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഇതുവരെയായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഡിഗ്രി BCom കഴിയുന്ന സമയത്ത് ഞാൻ ഒരു ടീച്ചിങ് പ്രൊഫഷനിലോട്ട് തിരിയുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. BCom കാലോർമ കോളേജിൽ നിന്ന് പാസ്സാവുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ, ഞാൻ MCom ഗവൺമെൻറ് കോളേജ് തൃശ്ശൂർ കുട്ടല്ലൂരിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ആ ഒരു സമയത്താണ് എനിക്കൊരു താല്പര്യം വരലും. ഞാൻ ഒരുപാട് സെമിനാർ പ്രസൻറ്റേഷൻസും മറ്റു കാര്യങ്ങളും കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു സ്കില്ല് തന്നെയാണ് നമ്മളുടെ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് മാറാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾക്കൊരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ പരമാവധി സ്കില്ല് നിങ്ങളുടെ അതിലോട്ട് വേണ്ടത് കൂട്ടാൻ ശ്രമിക്കുക. ഞാൻ ഏറ്റവും അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ക്വാളിഫിക്കേഷൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പോൾ, നമ്പർ 1 ഞാൻ ആദ്യം കംപ്ലീറ്റ് ചെയ്തത് BComന് ശേഷം MCom. നിങ്ങൾക്കറിയാം, MCom ആണ് ആദ്യം ഫിനിഷ് ചെയ്തത്. ഗവൺമെൻറ് കോളേജിൽ നിന്നായിരുന്നു MCom ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ചെയ്തു. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്, ഗസ്റ്റായിട്ടാവട്ടെ അല്ലെങ്കിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നെറ്റ് വേണം. അപ്പോൾ ഞാൻ അതിനുശേഷം നെറ്റ് ക്വാളിഫൈ ചെയ്തു. വേറെ കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പോയി എഴുതി ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്രൈവറ്റ് കോളേജസിലാണ് പഠിപ്പിക്കേണ്ടായിരുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജ്, അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് ഗവൺമെൻറ് കോളേജ്, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പഠിപ്പിക്കാൻ സ്റ്റാർട്ടിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നമ്മൾ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ട്യൂഷൻസും അതുപോലെ തന്നെ മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2-3 സ്ഥലങ്ങളിൽ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അറ്റ് എ ടൈമിൽ 2-3 സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോമേഴ്സ് സബ്ജക്ട്സ് മാത്രമല്ല, മാനേജ്മെൻറ്റ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള CMA, CA, ഇതിനൊക്കെ നമ്മൾ ക്ലാസ്സസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു പ്രൊഫഷനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രൊഫഷനിൽ കൂടുതൽ എക്സൽ ആവണമെങ്കിൽ MBA എന്ന് പറയുന്ന നെക്സ്റ്റ് നമുക്ക് വേണ്ടതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ MComന് ശേഷം MBA പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അഡീഷണൽ ആയിട്ട് ഞാൻ MComന് ശേഷം കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് എന്ന് പറയുന്നത് MBA ആണ്. സോ MComന് ശേഷം അങ്ങനെ MBA കഴിഞ്ഞു. സോ MBAക്ക് തന്നെ നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറായിരുന്നു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പഠിപ്പിക്കാനുള്ള എക്കണോമിക്സ്. എനിക്ക് ആദ്യം മുതലേ താല്പര്യമുള്ള ഒരു പേപ്പറായിരുന്നു. സോ അങ്ങനെ ആ ഒരു ടൈമിൽ ഒരു കോഴ്സ് കഴിയുമ്പോൾ അടുത്ത കോഴ്സ് ഏതാന്നുള്ളത് നമ്മളെ തന്നെ മാടി വിളിക്കുന്ന പോലെയായിരുന്നു പിന്നെ എനിക്കുണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഒരുപാട് ക്ലാസ്സസ് എടുക്കാനും വായിക്കാനൊക്കെ ഒരു താല്പര്യം വരല്ലോ. അങ്ങനെ MBA കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കോഴ്സ് എന്ന് പറയുന്നത് MA എക്കണോമിക്സ് ആണ്. അപ്പോൾ MA എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ നമ്മുടെ MComനും BComനും ഒക്കെ ഈ പറയണ പോലെ എക്കണോമിക്സിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അത് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് MA എക്കണോമിക്സ് ചെയ്തതിലൂടെ കിട്ടി എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും QTയുടെ കാര്യങ്ങളാണെങ്കിലും കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ MBAക്ക് ശേഷം ഫിനിഷ് ചെയ്ത കോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തത് MA എക്കണോമിക്സ് ആണ്. സോ MA എക്കണോമിക്സ് ചെയ്ത് അവസാനിപ്പിച്ച ശേഷമാണ് നെക്സ്റ്റ് എന്ത് എന്നുള്ളത്. അപ്പോൾ തന്നെ എക്കണോമിക്സ് കഴിയണ സമയത്ത് തന്നെ എടുത്തത്. ഇപ്പോൾ ആ ഒരു സമയത്താണ് മാനേജ്മെൻറ്റ് കോഴ്സസിലൊക്കെ ബിസിനസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വന്നു. നമ്മുടെ സബ്ജക്റ്റിലൊക്കെ ബിസിനസ് മാനേജ്മെൻറ്റിലൊക്കെ CSRൻ്റെ ഒക്കെ റെലവൻസ് കൂടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെക്സ്റ്റ് ചെയ്ത് കോഴ്സ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഒന്നാണ് സോഷ്യോളജി, MA സോഷ്യോളജി. അത് ഓട്ടോമാറ്റിക്കലി ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പല പേപ്പേഴ്സും MBAയിൽ പഠിച്ച പല പേപ്പേഴ്സും അതുപോലെ തന്നെ എക്കണോമിക്സിൽ പഠിച്ച പല കാര്യങ്ങളും സോഷ്യോളജിയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്കണോമിക്സിന് ശേഷം നെക്സ്റ്റ് സോഷ്യോളജിയിലോട്ട് വന്നത്. ഓക്കെ, സോ MA സോഷ്യോളജി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ ആ സമയത്ത് ഗവൺമെൻറ് കോളേജ് ചേലക്കരയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആക്സിഡൻ്റലി ഒരു ദിവസം അവിടെ MA ഇംഗ്ലീഷിന് പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. അപ്പോൾ ആ സാറ് ഒരു ഫോം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക ഓൺലൈനായിട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു MPhilന് വേണ്ടിയിട്ട് അതിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണ കാര്യങ്ങളാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ MPhil എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് PhD നേരെ ചെയ്യല്ല എന്നുള്ളത്.
അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യം, PhD നേരെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൈഡിനെ കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഒരു നേരെ ഒരു ആക്സസിന് ഏറ്റവും ബെസ്റ്റ് MPhil ചെയ്തിട്ട് പിന്നെ PhDയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഗുണമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് എന്താ പറയുക ഭയങ്കര ബിസിയാണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്, പിന്നെ മോള് 2-3 വയസ്സായിട്ടുള്ള മോള്. അപ്പോൾ നമ്മൾ പഠിക്കാനൊക്കെ വീണ്ടും MPhil ഒക്കെ ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി നിൽക്കണം. അതൊന്നും പോസിബിൾ അല്ല, ഒരു ഫാമിലി ആയല്ലോ ഓൾറെഡി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല, സാർ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ആളെൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇത് ചെയ്യുന്നത് വളരെ ഉപകാരമാണ് എന്നുള്ളൊരു സജഷൻ തന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക ആളങ്ങനെ പറഞ്ഞതുകൊണ്ട് വെറുതെ അപ്ലൈ ചെയ്തിട്ടു എൻട്രൻസിന് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അത് മറന്നുപോയതാണ്. പിന്നെ എക്സാമിന് ഈ എൻട്രൻസിൻ്റെ ഒരു 2-3 ദിവസം മുമ്പാണ് ആൾ പറഞ്ഞ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ് ഉള്ളതാ, പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മൾ കാര്യമുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഇതിന് നടത്തിയിരുന്നില്ല എൻട്രൻസിൻ്റെ. എന്തായാലും സാറ് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുടെ കൂടെ നമ്മൾ പോയി എൻട്രൻസ് എഴുതിയതാണ്. അപ്പോൾ 10 സീറ്റോ 12 സീറ്റോ അങ്ങോട്ടാണ് ഈ MPhilന് വരുന്നുള്ളൂ. യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ പോയി എന്താണ് അവിടെ ഒരു വർഷം നിന്ന് പഠിക്കേണ്ടതായിട്ട് വരും, അതല്ലാണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ അവിടെ എൻട്രൻസ് എക്സാമിന് തന്നെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. അങ്ങനെ അന്ന് എൻട്രൻസ് എഴുതി കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എന്താ പറയുക എഴുതിയ എൻട്രൻസ് നമുക്ക് കിട്ടി. അങ്ങനെ 10-12 സീറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എൻട്രൻസ് കിട്ടി. ബട്ട് എങ്ങനെ നമ്മൾ ഒരു വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം, ഇത്ര എന്താ പറയുക നമ്മുടെ ജോലിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു വർഷം അവിടെ പോയി നിൽക്കാം, ഏണിങ്സും വേണ്ടേ, മോളുണ്ട് വൈഫുണ്ട്. അപ്പോൾ ഞങ്ങൾ അവസാനം പല ആൾക്കാരെയും കൺസൾട്ട് ചെയ്തപ്പോൾ പലരും വേണ്ടാന്നുള്ള അഭിപ്രായമാണ് ആദ്യം പറഞ്ഞത്. ബട്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, ഇതൊരു നല്ല തീരുമാനമായിട്ട് മാറട്ടെ എന്നൊക്കെ സപ്പോർട്ട് നൽകി. അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് ഒരു വർഷം MPhil ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ MPhilന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. ഒരു ഫ്ലാറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് അത്യാവശ്യം പൈസയൊക്കെ ഇറക്കി നമ്മൾ ഒരു വർഷം MPhil ചെയ്യായിരുന്നു. അതാണ് എൻ്റെ നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ. അത് വളരെ ഒരു ചേഞ്ച് തന്നെയായിരുന്നു. അതിലൂടെ എനിക്ക് റിസർച്ചിന് സ്പീസസ് ഒക്കെ പഠിക്കാൻ പറ്റി, കുറേ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളെ എമൗണ്ട് എത്രത്തോളം സ്പെൻഡ് ചെയ്താലും അതിനെ ഇരട്ടി എനിക്ക് അതൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ പഠിച്ചതൊക്കെ ഒരുപാട് കുട്ടികൾക്ക് വീണ്ടും പഠിപ്പിച്ച് എനിക്ക് എന്തെങ്കിലും പൈസ ചിലവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തിരിച്ച് ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് വളരെ ചേഞ്ചായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോയ സമയത്ത് 1-2 പ്രൊഫസർമാർ അവിടെ വെച്ച് മീറ്റ് ചെയ്യുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു PhD ചെയ്യണം. അപ്പോൾ അവർ ആ സമയത്ത് എനിക്ക് സജഷൻ തന്നിട്ടുണ്ടായിരുന്നതാണ് പുറത്ത് പോയിട്ട് PhD ചെയ്താൽ വളരെ നന്നായിരിക്കും, പക്ഷെ അത്യാവശ്യം പൈസ ചിലവൊക്കെയുള്ളതാണ്. അപ്പോൾ UK പോയി PhD ചെയ്യുകയാണെങ്കിൽ നല്ല പൈസ ചിലവായിരിക്കും, ബട്ട് അതൊരു ലൈഫിലൊരു മാറ്റം തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു 30 ലക്ഷം 40 ലക്ഷമൊക്കെ എവിടുന്ന ഒറ്റയ്ക്കൊന്നും പോലും നടക്കില്ല, ഫാമിലിനൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചിലവുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരെനിക്ക് അന്നൊരു സജഷൻ തന്നതാണ്, അത് വിട്ടു. അതിനുശേഷം നമ്മൾ MPhil കഴിഞ്ഞു. നെക്സ്റ്റ് PhDക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ കോഴ്സസ് ഇതിനൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. CMA ഒക്കെ നല്ല ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ CMAക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി CMA പഠിക്കാണ്ട് ഇനി കാര്യമില്ല എന്നുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ MPhil കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്തു, CMA പഠിക്കാമെന്ന് വെച്ചു. CMAക്ക് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഇൻ്റർ ക്ലിയർ ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ക്ലിയർ ചെയ്തു. ആ സമയത്ത് തന്നെ സോഷ്യോളജി കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് സൈക്കോളജി എന്ന് പറയുന്നൊരു പേപ്പർ അതിലൂടെ ഒരുപാട് താല്പര്യം വരികയുണ്ടായി. എസ്പെഷ്യലി ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജി ആസ്പെക്ട്സ് കൂടുതൽ വായിച്ചു. ആ ഒരു സമയത്താണ് ഈ പറഞ്ഞ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോബർട്ട് കിയോസാക്കിയുടെ ബുക്ക് വായിക്കലും അത് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. ആ ബുക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ജോലി എന്ന് പറയണ എല്ലാവരും എന്താ പറയുക ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുന്നൊരു പരിപാടി അല്ല, എല്ലാവരും അങ്ങനെയാണ്. ആ ഒരു തീരുമാനം തന്നെ മാറ്റാൻ എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയണത് ഈ റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് ആണ്. ഒരു റിസ്ക് ഒക്കെ എടുക്കാനുള്ളൊരു ചേതോ വികാരം എന്നൊക്കെ പറയണത് അവിടെ നിന്നാണ്. അങ്ങനെ ഞാൻ CMA ഇൻ്റർ പാസ്സായി. ആ സമയത്ത് തന്നെ നമുക്ക് ഇൻ്റർ പാസ്സായ സമയത്ത് സൈക്കോളജി MSc അപ്ലൈഡ് സൈക്കോളജിക്കും കൂടി ഞാൻ രജിസ്റ്റർ ചെയ്തു.
അപ്പോൾ ഈ പറഞ്ഞ പോലെ PhD ആണ് നമ്മുടെ നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറയണത്. അപ്പോൾ PhDക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്ത് സെൻറ് തോമസ് കോളേജിലുള്ള പ്രൊഫസർ ഉണ്ട്, ബിജു സാറ് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ PhD സാറിൻ്റെ കീഴിൽ ചെയ്യാം. ഒരു ഗൈഡിനെ തപ്പി അവസാനം സാറാണ് നമുക്കൊരു ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഒരു പ്രപ്പോസലിന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള എൻ്റെ കൂടെയാണ് ഒരു പ്രപ്പോസൽ നമ്മൾ തയ്യാറാക്കലും. പ്രപ്പോസല് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തു സബ്മിറ്റ് ചെയ്തു, ഓൺലൈനായിട്ടായിരുന്നു. ആ സമയത്ത് ഈ കൊറോണയൊക്കെ ഒരു ഇതൊക്കെ ആയിട്ടുള്ള ടൈമായിരുന്നു. അത് സബ്മിറ്റ് ചെയ്ത പ്രപ്പോസല് ഓൺലൈനായിട്ട് എന്നെ പഠിപ്പിച്ച സാർ തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിലത്തെ. ആ പ്രപ്പോസൽ റിജക്റ്റ് ആയിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് അതിൽ നിന്നൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര വിഷമമായത്. കാര്യമായിട്ട് വിഷമമാണെന്ന് ചോദിച്ചില്ല, കാരണം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണമാണ്. കാരണം ഈ സെയിം ടോപ്പിക് തന്നെ സാറിൻ്റെ കീഴിൽ വേറൊരു സ്റ്റുഡൻറ്റ് ഏകദേശം ചെയ്ത പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്താൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള സജഷനാണ് എനിക്കൊന്ന് കിട്ടിയത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് PhD ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപ്പോസലൊന്ന് ബെറ്റർ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രപ്പോസൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇറങ്ങി. അങ്ങനെയാണ് ആ സമയത്ത് ഞാൻ വീണ്ടും ആദ്യം ഞാൻ MPhilന്റെ സമയത്ത് മീറ്റ് ചെയ്തുള്ള സാറിനെ വീണ്ടും കാണുന്നതാണ്. അപ്പോൾ ആ സാറ് പറഞ്ഞു എന്തായി PhD വർക്ക് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് അത് ശരിയായില്ലേ, ഞാൻ അതിൻ്റെ വർക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഒരു സജഷൻ നൽകിയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് PhD ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി അന്വേഷിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത്ര പൈസ ചിലവുള്ളതല്ല, അത് നടക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൾ പറഞ്ഞു ഡയറക്റ്റായിട്ട് PhD കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതിന് പകരം 1 year മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് PhD ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു എക്സ്പോഷർ കിട്ടും, അത്യാവശ്യം പൈസ ചിലവൊക്കെ ഉണ്ടായിരിക്കും, ബട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ സാറങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഓൺലൈനായിട്ട് അത്യാവശ്യം ഗ്രോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതായിരുന്നു പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ UK തന്നെയായിരുന്നു നമ്മുടെ പ്രിഫറൻസ്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി UK-ലായതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുമ്പോൾ IELTS വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ 1 IELTS എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനും അത്യാവശ്യം നമുക്ക് എങ്ങനെയാണ് പാറ്റേണൊക്കെ അറിയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം കോച്ചിങ്ങിനൊക്കെ പോയിട്ടാണ് ചെയ്യുന്നത്. നമ്മളും എന്താ പറയുക IELTS-ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സമയമൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഒരു 2 ആഴ്ചയാണൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടി. അങ്ങനെ പോയിട്ട് നമ്മൾ IELTS എഴുതി, IELTS കിട്ടി. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു. ഇംഗ്ലണ്ടിലത്തെ കുറച്ച് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് PhD ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി അങ്ങനെ അത് ശരിയായി എന്നുള്ളതാണ്. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ക്ലിയറായി. പക്ഷേ ഇത്രത്തോളം പൈസ ചിലവില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനമാണ്. അപ്പോഴേക്കും നമ്മുടെ ഓൺലൈനായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്നുള്ളതാണ്. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി. അത് എവിടെ ഇരുന്നിട്ടും നമുക്ക് ക്ലാസ്സസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ എല്ലാം വളർന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു, നമുക്ക് അല്ലേ ഇറങ്ങാമെന്ന് വെച്ചിട്ട്. പക്ഷെ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങുമ്പോൾ ഞാനും വൈഫും കൂടെ ഒരുമിച്ച് തന്നെ പോകാൻ പറ്റില്ല, കാരണം എനിക്കൊരു ചായ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ട്രൈ ചെയ്ത് അത് ശരിയായി എന്നുള്ളതാണ്. ബട്ട് അത്യാവശ്യം പൈസ വന്നു, ബട്ട് ഗുഡ്സ് വേസ് അത് ശരിയായി. അങ്ങനെ നമ്മൾ 2022 ഇംഗ്ലണ്ടിലോട്ട് വരാണ്. അങ്ങനെ ഇവിടെ വന്ന് 1 year മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ PhDക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓൾറെഡി CMA ഇന്റർ കഴിഞ്ഞ് ഫൈനലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MSc അപ്ലൈഡ് സൈക്കോളജി അതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് പോകുന്ന കാരണം. അപ്പോൾ ഞാൻ അറ്റ് പ്രസൻറ്റ് ഉള്ളത് ഇംഗ്ലണ്ടിലാണ്. പലർക്കും അറിയാം ഞാനിവിടെ PhD ചെയ്യാൻ വന്നിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ ഓരോ കോഴ്സ് ചെയ്യുമ്പോഴും അതിൽ നിന്നൊക്കെ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ മോണിറ്റൈസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇപ്പം നിങ്ങൾക്കൊരു ബാർബർ ആവാനാണ് താല്പര്യം, അല്ലെങ്കിൽ മുടി വെട്ടാൻ, അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറാനുള്ള സ്കില്ലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ താല്പര്യമെങ്കിൽ നിങ്ങൾ അതിൽ എക്സൽ ആവാൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിൽ എക്സൽ ആവാൻ ശ്രമിക്കുക, അതിലുള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതല്ലാണ്ട് പലരും പറയാറുണ്ട് എന്താ കുറേ പഠിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ബട്ട് എൻ്റെ കേസിൽ അങ്ങനെയല്ല. എനിക്കിഷ്ടമുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ വീണ്ടും കുട്ടികളെ പഠിപ്പിച്ചിട്ട് എനിക്ക് കൂടുതൽ ബെനഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പഠിച്ചുകൊണ്ട് മാത്രമാണ് ഗുണം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇതിൽ ആദ്യം പറയാനുള്ളത്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണേക്കാൾ മുമ്പ് ഞാൻ എഴുതിയിട്ടുള്ള ഒരു 3-4 PSC എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നേ. എഴുതിയ 2-3 പോസ്റ്റിൽ 3-4 പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിലിപ്പോൾ എന്താണ് കേരള ബാങ്കിൽ ഒരു ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ്, പിന്നെ അക്കൗണ്ടൻറ്റ് പോസ്റ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്കൊക്കെ ആകെ ഗവൺമെൻറ് സർവീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ എക്സാം എഴുതാൻ മുമ്പ് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇത് കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ ജോലിക്കൊന്നും പോവില്ല. കാരണം നമുക്കിഷ്ടമുള്ള പ്രൊഫഷനല്ല. ഞാൻ PSC കോച്ചിങ് കൊടുക്കുന്നത് കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി പരീക്ഷ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് എക്സാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി എഴുതണമെന്ന് മാത്രം. അപ്പോൾ ആ റോബർട്ട് കിയോസാക്കിയുടെ ബുക്കിൽ പറഞ്ഞ പോലെ നമ്മളൊരു കാരണവശാലും ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്യരുത്. നമ്മൾ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രം എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വളരാൻ ശ്രമിക്കുക. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു 10 മുതൽ 5 വരെ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയൊന്നും നമുക്ക് താല്പര്യമുള്ളതല്ല. അപ്പോൾ ഇതിനൊക്കെ എന്താ പറയുക, ദൈവം സപ്പോർട്ടറായിട്ട് നിന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്യാവശ്യം എന്താ പറയുക എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റി. നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതുവരെയുള്ള വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചാനലാണ് നമ്മുടെ KCS ക്ലാസ്സസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതാണ് പഠിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ബേസിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് സർവീസ് എന്ന് പറയണത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത, എസ്പെഷ്യലി ടീച്ചിങ് പ്രൊഫഷണൽ അല്ലാണ്ട് ബാക്കിയുള്ളതൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നൊരു പരിപാടി ഞാൻ നോക്കാഞ്ഞ്. പിന്നെ ഒരു ആരുടെയെങ്കിലും കീഴിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ജോലി ചെയ്യുക എന്നുള്ളതും നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നാറുമില്ല. എസ്പെഷ്യലി ആ ഒരു ബുക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ബുക്ക് വായിക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും വായിക്കണം. റിച്ച് ഡാഡ് പുവർ ഡാഡ്. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറ്റി മറക്കാൻ സാധ്യതയുള്ളൊരു ബുക്കാണ്. പലർക്കും അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് 50K സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ കമൻസ്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള 2-3 കമൻസിൻ്റെ ഒരു റിപ്ലൈ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വരും ദിവസങ്ങളിലും നമ്മുടെ ചാനലിന് പ്രോപ്പറായിട്ട് സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ സ്ഥാപനം KCS കെയർ ഇപ്പോൾ കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഭാരതീയ യൂണിവേഴ്സിറ്റി കോഴ്സസ്, പിന്നെ PSC കോച്ചിങ്, UGC നെറ്റ് കോച്ചിങ്, ഇതൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ദെൻ ഇനി ഇത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ കോഴ്സസ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ 50K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് എന്നുള്ള കാര്യം. സോ എൻ്റെ മോളാണ് ശിവനന്ദന. ഡു യു വാണ്ട് ടു സേ എനിത്തിങ് ടു മൈ സ്റ്റുഡൻറ്റ്സ്? Yes. Thank you for supporting, and his videos are super good. So study hard and study well, get full marks, and thank you for subscribing. And if you want to learn English, go to my channel and learn English and subscribe to my channel. ഇതിപ്പോ തക്കുടിന്റെ ചാനലിനെ പറ്റിയിട്ട് മാത്രല്ല, ഹൗസ് മൈ ചാനൽ. It's very good, and children haven't been passing and get full marks, and that's so good to hear that news. And so yeah, It's good. yeah. Okay, so that's about our 50K special video. സോ വരും ദിവസങ്ങളിലെ സൂപ്പർ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.